ദൈവനാമത്തോടെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28:20 ഇങ്ങനെ വായിക്കുന്നു: ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉറപ്പാണ്. എന്താ ഉറപ്പ് കൊടുക്കുന്നത്? യേശു ക്രിസ്തു എല്ലാ നാളും ലോക അവസാനത്തോളം തൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഇരിക്കുമെന്ന്. ശിഷ്യന്മാരോട് മാത്രമല്ല കേട്ടോ, നമ്മളോട് ഓരോരുത്തരോടുമുള്ള ദൂതാത് വാക്തത്വമായത്. ആരെങ്കിലും ഏകാന്തതയിൽ നിന്ന് എന്നെ കേൾക്കുന്നവരുണ്ടോ? നിങ്ങളുടെ ഏകാന്തമായ അനുഭവത്തിൽ നിന്നും സ്വർഗത്തിലെയും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. ഏകാന്തത, നിരന്തരമായ ഏകാന്തത നിരാശയിലേക്ക് നയിക്കുന്നതാണ്. ഇന്ന് പകലിൽ ആരും നിരാശയിലേക്ക് നയിക്കപ്പെടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. അഥവാ നിരാശയിലിരുന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളോട് ദൂതറിയിക്കുന്നു: നിങ്ങളുടെ നിരാശയിൽ നിന്നും സ്വർഗത്തിലധികം പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. അതെ, നിങ്ങളുടെ ഏകാന്തമായ അനുഭവത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരിക്കാം: ആരും എൻ്റെ ഈ സ്റ്റോറി ഒന്ന് കേൾക്കുവാനില്ലല്ലോ, എന്നെ കേൾക്കുവാൻ ആരുമില്ലല്ലോ, എൻ്റെ ഈ വേദനജനകമായ ഈ അനുഭവത്തിൽ നിന്ന് ആരും എന്നെ വിടുവിക്കുവാനില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുകയായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് അതെ നിങ്ങളോട് ദൂതറിയിക്കുന്നു, നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീരിനെ സ്വർഗത്തിലധികം കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ കരച്ചിലിന്റെ ശബ്ദത്തെ സ്വർഗത്തിലധികം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്ര ഇന്ന് പകലിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആ അനുഭവത്തിൽ നിന്നും, നിങ്ങളുടെ ആ വേദനാജനകമായിട്ടുള്ള അനുഭവത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. ദൈവവൈതലേ, നിങ്ങളുടെ നിരാശ ഇന്ന് പകലിൽ അതെ ആ മണ്ഡലത്തിൽ നിന്നും ഇന്ന് പകലിൽ സ്വർഗത്തിലധികം ആ മണ്ഡലത്തെ സൗഖ്യമാക്കുവാൻ പോകുകയാണ്. വിശ്വസിച്ചാട്ടെ. ഡിപ്രഷനിലിരുന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ അവസ്ഥയെ സ്വർഗത്തിലധികം ഇന്ന് പകലിൽ മാറ്റുവാൻ പോകുകയാണ്. നിങ്ങളുടെ നിരാശ മാറ്റി സ്വർഗത്തിലധികം സന്തോഷത്തെ ഉടുപ്പിക്കുവാൻ പോകുകയാണ്. വിശ്വസിച്ചാട്ടെ. നിങ്ങളുടെ വിലാപത്തെ സ്വർഗം നൃത്തമാക്കി തീർക്കുവാൻ പോകുകയാണ്. ആർക്ക് തരുവാൻ സാധിക്കും ഇങ്ങനൊരു ഗ്യാരണ്ടി? ഒരിക്കലും ഒരു മനുഷ്യൻ തരുവാൻ സാധിക്കത്തില്ല. അതെ, നിങ്ങൾ ഉറ്റവർക്ക്, നിങ്ങളുടെ ഉടയവർക്ക്, നിങ്ങളുടെ ഭാര്യയ്ക്ക്, നിങ്ങളുടെ ഭർത്താവിന്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും തരുവാനൊക്കാത്ത ഒരു ഉറപ്പാ സ്വർഗത്തിന് ദൈവം ഇന്ന് പകലിൽ തരുന്നത്. എല്ലായ്പ്പോഴും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അതേ ദൈവവൈതലേ, ഒരു നാളും എൻ്റെ യേശു നിങ്ങളെ കൈവിടത്തില്ല, ഒരു നാളും എൻ്റെ യേശു നിങ്ങളെ ഉപേക്ഷിച്ച് കളയത്തില്ല. ഇത്ര വലിയ ഗ്യാരണ്ടി ആർക്കും തരുവാൻ സാധിക്കത്തില്ല. യേശു നിങ്ങളെ കണ്ടിട്ടുണ്ട്. യേശു നിങ്ങളെ കണ്ടതുകൊണ്ടാണ് ഇന്ന് പകലിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വസിച്ചാട്ടെ. അവൻ നിങ്ങളുടെ ഉള്ളറകളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കോൺഷ്യസിനെ, നിങ്ങളുടെ സബ് കോൺഷ്യസിനെ, നിങ്ങളുടെ അൺകോൺഷ്യസിനെ സ്വർഗത്തിലധികം ഇന്ന് പകലിൽ സൗഖ്യമാക്കുവാൻ പോകുന്നു, സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആ നിരാശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും സ്വർഗത്തിലധികം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് തുടങ്ങിയാട്ടെ. സ്വർഗത്തിലധികം നിങ്ങളെ സ്നേഹിക്കുന്നു. വേറെ ഒരു വ്യക്തിയും ഇത്രത്തോളം സ്നേഹിക്കുന്നില്ല. നിങ്ങളുടെ ഉറ്റവരും ഉടയവരും നിങ്ങളെ സ്നേഹിച്ചവരൊക്കെയും നിന്നെ കൈവിട്ടെന്നിരിക്കാം. പക്ഷെ വിശ്വസിച്ചാട്ടെ, ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞാലും മറക്കാത്ത ഒരു സ്നേഹമുണ്ട് കേട്ടോ. അതെ, അത് വേറെ ആരുമല്ല, യേശു ക്രിസ്തുവാണ്. വിശ്വസിച്ചാട്ടെ. സ്വർഗത്തിലധികം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ യേശുവിന്റെ സ്നേഹത്താൽ നിങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നിരാശകൾ മാറട്ടെ. കർത്താവെ, സ്വർഗത്തിലധികം ഇവരെ ആനന്ദത്താൽ നിറയ്ക്കണമേ, സന്തോഷത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആന്തരിക മുറിവുകൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവർ പുറത്തു വരട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥിച്ചിട്ട് നന്ദി. സകലമാനുമാത്വം കർത്താവിനെയൊക്കെ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഇവരെ എന്ത് ചെയ്യും? സമൃദ്ധിയായി ധാരാളമായി